നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീയുടെ ചില പ്രത്യേക ശീലങ്ങളാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേവലം വിദ്യാഭ്യാസ യോഗ്യതകൾക്കപ്പുറം ഒരു കുടുംബത്തെ മൊത്തത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു യഥാർത്ഥ ബുദ്ധിമതിയായ സ്ത്രീയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ചില കുടുംബങ്ങൾ പെട്ടെന്ന് വലിയ സാമ്പത്തിക ഭദ്രതയിലേക്കും സന്തോഷത്തിലേക്കും ഉയരുന്നതെങ്ങനെയാണെന്ന്. അതിന് പിന്നിൽ വെറും ഭാഗ്യമാണെന്ന് പലരും കരുതുമെങ്കിലും സത്യത്തിൽ അത് ആ കുടുംബത്തിലെ സ്ത്രീയുടെ ബുദ്ധിപരമായ ചില ഇടപെടലുകളുടെയും ശീലങ്ങളുടെയും ഫലമാണ്. ഐശ്വര്യമെന്നത് പെട്ടെന്ന് ആകാശത്തുനിന്ന് പൊട്ടിമുളയ്ക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ശീലങ്ങളിൽ നിന്നും നാം എടുക്കുന്ന കൊച്ചു തീരുമാനങ്ങളിൽ നിന്നും പടുത്തുയർത്തുന്നതാണ്. ഒരു വീടിന്റെ നെടുംതൂൺ എന്നത് ആ വീട്ടിലെ സ്ത്രീയാണ് എന്ന് പറയുന്നത് വെറുമൊരു ആലങ്കാരിക പ്രയോഗമല്ല. അവൾക്ക് കൃത്യമായ ലക്ഷ്യബോധവും കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവുമുണ്ടെങ്കിൽ ആ കുടുംബം ഏതൊരു വലിയ കാറ്റിലും ഉലയാതെ നിൽക്കും. ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമതിയായ സ്ത്രീ എന്ന് പറയുന്നത് വെറുതെ പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടുന്നവൾ മാത്രമല്ല. ജീവിതത്തിലെ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാനും കൂടെയുള്ളവർക്ക് താങ്ങാകാനും സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബത്തിന്റെ സാമ്പത്തികവും മാനസികവുമായ ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും കഴിവുള്ളവളാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ ഒരുപാട് വെല്ലുവിളികൾ കുടുംബബന്ധങ്ങൾ നേരിടുന്നുണ്ട്. സാമ്പത്തികമായ അനിശ്ചിതത്വങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവയെല്ലാം സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു. ഇവിടെയാണ് ഒരു സ്ത്രീയുടെ ബുദ്ധിസാമർഥ്യം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ അവളുടെ ചുറ്റുപാടിനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഈ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തരത്തിലുള്ള ചില സുപ്രധാന സ്വഭാവങ്ങളെക്കുറിച്ചാണ്. ഈ സ്വഭാവങ്ങളുള്ള ഒരു സ്ത്രീ ഏതു വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യം താനേ വന്നു ചേരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമതായി, ബുദ്ധിമതിയായ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ലക്ഷണം അവളുടെ സാമ്പത്തിക അച്ചടക്കവും ദീർഘവീക്ഷണവുമാണ്. പണം സമ്പാദിക്കുക എന്നത് മാത്രമല്ല, കിട്ടുന്ന പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ വിജയമിരിക്കുന്നത്. പല കുടുംബങ്ങളിലും വരുമാനത്തിന് യാതൊരു കുറവുമുണ്ടാകില്ല, എന്നാൽ മാസാവസാനം കൈയിലൊന്നും ബാക്കിയുണ്ടാകുകയുമില്ല. ഇതിന് കാരണം കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഇല്ലാത്തതാണ്. എന്നാൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീ കുടുംബത്തിന്റെ വരവും ചെലവും കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളായിരിക്കും. അനാവശ്യമായ ആർഭാടങ്ങൾക്ക് പുറകെ പോകാതെ അത്യാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും കൃത്യമായ മുൻഗണന നൽകാൻ അവൾക്കറിയാം. ഭാവിയിൽ വരാനിടയുള്ള അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ ഒരു ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കുന്ന ശീലം അവൾക്കുണ്ടാകും. അത് ചിലപ്പോൾ വലിയ നിക്ഷേപങ്ങളാകണമെന്നില്ല. ദൈനംദിന ചെലവുകളിൽ നിന്ന് അവൾ കണ്ടെത്തുന്ന ചെറിയ മിച്ചം പിടിക്കലുകളായിരിക്കാം. ഈ ചെറിയ സമ്പാദ്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ കുടുംബത്തെ രക്ഷിക്കുന്നത്. കൂടാതെ വായ്പകൾ എടുക്കുമ്പോഴും പണം ചെലവാക്കുമ്പോഴും അവൾ കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാതെ സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ അവൾ എപ്പോഴും ശ്രദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളിയോട് തുറന്ന ചർച്ചകൾ നടത്താനും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിരുത്താനും അവൾ മടി കാണിക്കില്ല. ഈ ഒരു ശീലം തന്നെ ഒരു വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ പര്യാപ്തമാണ്. രണ്ടാമത്തെ സുപ്രധാനമായ ലക്ഷണം എന്നത് വൈകാരിക പക്വതയാണ്. മനുഷ്യർ എന്ന നിലയിൽ ദേഷ്യവും സങ്കടവും നിരാശയുമെല്ലാം എല്ലാവർക്കുമുണ്ടാകുന്ന വികാരങ്ങളാണ്. എന്നാൽ ഈ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് ഒരു വ്യക്തിയുടെ ബുദ്ധി കുടികൊള്ളുന്നത്. കുടുംബത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളുമുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കാതെ കാര്യങ്ങളെ സമാധാനപരമായി നേരിടാൻ ബുദ്ധിമതിയായ ഒരു സ്ത്രീക്ക് സാധിക്കും. ദേഷ്യം വരുന്ന സമയത്ത് വാളെടുക്കുന്നതിന് പകരം പ്രശ്നത്തിന്റെ മൂലകാരണം കണ്ടെത്തി അത് പരിഹരിക്കാനാണ് അവൾ ശ്രമിക്കുക. പങ്കാളിയുടെയോ കുട്ടികളുടെയോ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ തിരുത്താനും അവർക്ക് മാനസികമായ പിന്തുണ നൽകാനും അവൾ മുൻപന്തിയിലുണ്ടാകും. വീടിനുള്ളിലെ അന്തരീക്ഷം എപ്പോഴും സമാധാനപരമായി നിലനിർത്താൻ ഈ വൈകാരിക പക്വത വലിയ രീതിയിൽ സഹായിക്കുന്നു. കുട്ടികൾ വളർന്നുവരുന്ന സാഹചര്യത്തിൽ അമ്മയുടെ ഈ സ്വഭാവം അവരിലും വലിയ സ്വാധീനം ചെലുത്തും. പ്രശ്നങ്ങളെ പക്വതയോടെ നേരിടാൻ അവരും പഠിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം വീടിന്റെ സമാധാനം കെടുത്തുകയും ഐശ്വര്യമില്ലാതാക്കുകയും ചെയ്യും. എന്നാൽ സഹിഷ്ണുതയോടെയും പരസ്പര ധാരണയോടെയും കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരു സ്ത്രീ ആ വീടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മൂന്നാമതായി, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാണിക്കുന്ന സമചിത്തതയും ധൈര്യവുമാണ് ബുദ്ധിമതിയായ ഒരു സ്ത്രീയെ വ്യത്യസ്തയാക്കുന്നത്. ജീവിതം എപ്പോഴും സുഗമമായി മുന്നോട്ടു പോകണമെന്നില്ല. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ജോലി നഷ്ടപ്പെടൽ തുടങ്ങി പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ഒരു കുടുംബത്തെ തേടിയെത്താം. ഇത്തരം ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ കുടുംബാംഗങ്ങൾക്ക് മുഴുവൻ ധൈര്യം പകർന്നു നൽകാൻ അവൾക്ക് കഴിയും. പ്രശ്നങ്ങളെ കണ്ട് ഭയന്നോടുന്നതിനു പകരം അതിനെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ചായിരിക്കും അവളുടെ ചിന്ത. ചിലപ്പോൾ അവൾക്ക് നേരിട്ട് പണം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പങ്കാളിക്ക് നൽകുന്ന മാനസിക പിന്തുണ വളരെ വലുതായിരിക്കും.
ഒന്നും പേടിക്കാനില്ല, നമുക്കൊരുമിച്ചിതിനെ നേരിടാം എന്ന അവളുടെ ഒരൊറ്റ വാക്കു മതിയാകും കുടുംബത്തിനു മുഴുവൻ ആത്മവിശ്വാസം ലഭിക്കാൻ. ഇത്തരം സാഹചര്യങ്ങളിൽ അവളുടെ പ്രായോഗിക ബുദ്ധി വളരെ കൃത്യമായി പ്രവർത്തിക്കും. ലഭ്യമായ വിഭവങ്ങൾ വെച്ച് എങ്ങനെ മുന്നോട്ടു പോകാം, ആരോടൊക്കെ സഹായം ചോദിക്കാം, എന്തൊക്കെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നെല്ലാം അവൾ ചിന്തിക്കും. പ്രതിസന്ധികളിൽ തകർന്നടിയുന്ന കുടുംബങ്ങളെയും പ്രതിസന്ധികളെ അതിജീവിച്ച് കൂടുതൽ കരുത്തരായി മാറുന്ന കുടുംബങ്ങളെയും നാം കണ്ടിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ വിഭാഗത്തിൽ എപ്പോഴും ഒരു കരുത്തുറ്റ സ്ത്രീയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ ലക്ഷണം എന്നത് സമയം ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള കഴിവാണ്. സമയം എന്നത് ഒരിക്കലും തിരിച്ചുകിട്ടാത്ത ഒരു സമ്പത്താണ്. ബുദ്ധിമതിയായ ഒരു സ്ത്രീ ഒരിക്കലും അനാവശ്യ കാര്യങ്ങൾക്കായി സമയം പാഴാക്കില്ല. വീട്ടുജോലികൾ കാര്യക്ഷമമായി ചെയ്യുന്നതിനൊപ്പം തന്നെ സ്വന്തം വ്യക്തിപരമായ വളർച്ചയ്ക്കും കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവൾ സമയം കണ്ടെത്തും. മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറഞ്ഞും അനാവശ്യമായി മൊബൈൽ ഫോണിൽ സമയം ചിലവഴിച്ചും അവൾ തന്റെ വിലപ്പെട്ട സമയം കളയില്ല. പകരം ആ സമയം കുടുംബത്തിന്റെ ഉന്നമനത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അവൾ ചിന്തിക്കും. ജോലികൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് ചെയ്യുന്നതുവഴി അവൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കാനോ തന്റെ കഴിവുകൾ വികസിപ്പിക്കാനോ അവൾ ഉപയോഗപ്പെടുത്തും. കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും അവരോടൊപ്പം ഗുണമേന്മയുള്ള സമയം ചിലവഴിക്കാനും അവൾക്ക് സാധിക്കും. സമയനിഷ്ഠ എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ വലിയൊരു ഭാഗമാണ്. എല്ലാ കാര്യങ്ങളും അതിന്റേതായ സമയത്ത് കൃത്യമായി നടക്കുമ്പോൾ ആ വീട്ടിൽ സ്വാഭാവികമായും ഒരു ചിട്ടയും അടുക്കുമൊക്കുമുണ്ടാകും. ഈ ചിട്ട തന്നെയാണ് ഒരു പരിധിവരെ കുടുംബത്തിന്റെ ഐശ്വര്യം. അഞ്ചാമതായി, കുടുംബബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കാൻ അവൾക്ക് കഴിയും. ഒരു കുടുംബമെന്നത് വെറും ഭർത്താവും ഭാര്യയും കുട്ടികളും മാത്രം അടങ്ങുന്നതല്ല. സ്വന്തം വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും ബന്ധുക്കളും അയൽക്കാരുമെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ഈ ബന്ധങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നിലനിർത്താൻ ബുദ്ധിമതിയായ ഒരു സ്ത്രീ ശ്രദ്ധിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്ത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ അവൾ എപ്പോഴും ശ്രമിക്കും. ബന്ധുക്കൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ മുൻകൈയെടുക്കുന്നത് പലപ്പോഴും ഇത്തരം സ്ത്രീകളായിരിക്കും. മുതിർന്നവരെ ബഹുമാനിക്കാനും കുട്ടികളെ സ്നേഹിക്കാനും എല്ലാവർക്കും വേണ്ട പരിഗണന നൽകാനും അവൾക്ക് യാതൊരു മടിയുമുണ്ടാകില്ല. ബന്ധങ്ങൾ തകരുമ്പോൾ അത് കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സമാധാനത്തെയാണ് ബാധിക്കുന്നത് എന്ന് അവൾക്ക് കൃത്യമായി അറിയാം. അതിനാൽ തന്നെ അനാവശ്യമായ ഈഗോകൾ മാറ്റിവെച്ച് കുടുംബത്തിന്റെ ഐക്യത്തിനുവേണ്ടി നിലകൊള്ളാൻ അവൾ എപ്പോഴും തയ്യാറായിരിക്കും. അതിഥികൾ വരുമ്പോൾ അവരെ ഹൃദ്യമായി സ്വീകരിക്കാനും അവർക്ക് മികച്ച ആതിഥ്യമര്യാദ നൽകാനും അവൾ ശ്രദ്ധിക്കും. അതിഥികൾ സന്തോഷത്തോടെ മടങ്ങുന്ന വീടുകളിൽ ഐശ്വര്യം നിലനിൽക്കുമെന്നത് ഒരു സത്യമാണ്. ആറാമത്തെ ലക്ഷണം എന്നത് നിരന്തരമായ പഠനവും പുതിയ അറിവുകൾ നേടാനുള്ള ആഗ്രഹവുമാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മുടെ അറിവുകളും നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ബുദ്ധിമതിയായ ഒരു സ്ത്രീ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപര്യം കാണിക്കും. അത് പാചകത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതാകാം, പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടുന്നതാകാം. പുസ്തകങ്ങൾ വായിക്കാനും നല്ല വാർത്തകൾ അറിയാനും അവൾ സമയം കണ്ടെത്തും. ഈ അറിവുകൾ അവൾ തന്റെ കുടുംബത്തിന്റെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. കുട്ടികളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനും അവരുടെ പഠനത്തിൽ സഹായിക്കാനും ഈ അറിവുകൾ അവളെ പ്രാപ്തയാക്കുന്നു. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചുമുള്ള പുതിയ അറിവുകൾ കുടുംബത്തിന്റെ ജീവിത നിലവാരം ഉയർത്താൻ വലിയ രീതിയിൽ സഹായിക്കും. ഒരു കാര്യത്തിലും അന്ധമായ വിശ്വാസങ്ങൾ വെച്ചുപുലർത്താതെ യുക്തിസഹമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അവൾക്ക് കഴിയും. വിദ്യ എന്നത് എക്കാലത്തും മനുഷ്യനെ വളർത്തുന്ന ഒന്നാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്നൊരു സ്ത്രീ എപ്പോഴും ആത്മവിശ്വാസമുള്ളവളായിരിക്കും. ഈ ആത്മവിശ്വാസം അവളുടെ ഓരോ പ്രവൃത്തിയിലും നിഴലിക്കും. ഏഴാമതായി, സ്വന്തം ആരോഗ്യത്തിനും സന്തോഷത്തിനും അവൾ വലിയ പ്രാധാന്യം നൽകും. പല സ്ത്രീകളും കുടുംബത്തിനുവേണ്ടി എല്ലാം ത്യജിച്ച് സ്വന്തം ആരോഗ്യം തീരെ ശ്രദ്ധിക്കാത്തവരാണ്. എന്നാൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീക്കറിയാം, താൻ ആരോഗ്യവതിയും സന്തോഷവതിയുമാണെങ്കിൽ മാത്രമേ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാൻ കഴിയൂ എന്ന്. അതിനാൽ അവൾ കൃത്യമായ ഭക്ഷണക്രമം പാലിക്കാനും വ്യായാമം ചെയ്യാനും ആവശ്യത്തിന് വിശ്രമിക്കാനും ശ്രദ്ധിക്കും. മാനസിക ഉല്ലാസത്തിനുവേണ്ടി അവൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും സമയം കണ്ടെത്തും. അത് പാട്ട് കേൾക്കുന്നതാകാം, തോട്ടം നനയ്ക്കുന്നതാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതാകാം. താൻ സന്തോഷവതിയായിരിക്കുമ്പോൾ വീടിനുള്ളിലെ അന്തരീക്ഷം തന്നെ മാറുമെന്നും അത് മറ്റുള്ളവർക്കും വലിയ പോസിറ്റീവ് ഊർജ്ജം നൽകുമെന്നും അവൾക്ക് കൃത്യമായി അറിയാം. എപ്പോഴും രോഗിയായി ദുഃഖിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു വീടിനെ പ്രകാശപൂരിതമാക്കാൻ കഴിയില്ല. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയുന്നവൾക്ക് മാത്രമേ മറ്റുള്ളവരെയും അതേ രീതിയിൽ സ്നേഹിക്കാൻ കഴിയൂ. ഈയൊരു ചിന്താഗതി അവളെ ശാരീരികമായും മാനസികമായും എപ്പോഴും ഊർജ്ജസ്വലയായി നിർത്തുന്നു. എട്ടാമത്തെ ലക്ഷണം ആശയവിനിമയത്തിലെ വ്യക്തതയും മധുരമായ സംസാരവുമാണ്. ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബുദ്ധിമതിയായ ഒരു സ്ത്രീ സംസാരിക്കുമ്പോൾ അതിലെപ്പോഴും ഒരു പോസിറ്റീവ് ഊർജ്ജമുണ്ടായിരിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ അവൾ തന്റെ വാക്കുകൾ ഉപയോഗിക്കില്ല. പകരം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ആത്മവിശ്വാസം നൽകാനും
അവൾ എപ്പോഴും ശ്രദ്ധിക്കും. സ്വന്തം ആവശ്യങ്ങളും താൽപ്പര്യങ്ങളും പങ്കാളിയോടും കുടുംബാംഗങ്ങളോടും വളരെ വ്യക്തമായി, എന്നാൽ ആരുടെയും മനസ്സ് നോവിക്കാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ അവൾക്ക് പ്രത്യേക കഴിവുണ്ടാകും. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് എന്നവൾ തിരിച്ചറിയുന്നു. കടുത്ത വാക്കുകൾ പലപ്പോഴും ബന്ധങ്ങളിൽ വലിയ വിള്ളലുകളുണ്ടാക്കാം. അതിനാൽ വളരെ ആലോചിച്ചു മാത്രം സംസാരിക്കാൻ അവൾ ശീലിച്ചിട്ടുണ്ടാകും. വീടിനുള്ളിൽ എപ്പോഴും പ്രോത്സാഹനത്തിന്റെയും സ്നേഹത്തിന്റെയും വാക്കുകൾ മുഴങ്ങിക്കേൾക്കുമ്പോൾ അവിടെ ഐശ്വര്യം സ്വാഭാവികമായും കുടികൊള്ളും. കുട്ടികൾ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുന്നതും ഇത്തരം അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 8 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഒറ്റയടിക്ക് ഉണ്ടാകണമെന്നില്ല. എന്നാൽ നിരന്തരമായ പരിശ്രമത്തിലൂടെയും അവബോധത്തിലൂടെയും ഈ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഏതൊരു സ്ത്രീക്കും സാധിക്കും. കുടുംബത്തിന്റെ ഐശ്വര്യമെന്നത് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലെങ്കിലും അതിലേറ്റവും വലിയ പങ്കുവഹിക്കാൻ കഴിയുന്നത് സ്ത്രീകൾക്ക് തന്നെയാണ്. ഒരു വീടാകുന്നത് അവിടെയുള്ള മനുഷ്യരുടെ സ്നേഹവും പരസ്പര ധാരണയും കൊണ്ടാണ്. ഈ സ്നേഹവും ധാരണയും ഊട്ടിയുറപ്പിക്കുന്നതിൽ ബുദ്ധിമതിയായ ഒരു സ്ത്രീയുടെ പങ്ക് ഒരിക്കലും വിലമതിക്കാനാവാത്തതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യാനും ഓർക്കുക. ഐശ്വര്യം എന്നത് സമ്പത്ത് മാത്രമല്ല, അത് സമാധാനവും സന്തോഷവും കൂടിയാണ്. അത് സൃഷ്ടിക്കുന്നത് ബുദ്ധിമതിയായ ഒരു സ്ത്രീയുടെ നല്ല ശീലങ്ങളാണ്. ഈ സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബവും ഐശ്വര്യപൂർണമാകുന്നത് നിങ്ങൾക്ക് കാണാം. വരും ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി കുടുംബത്തെ ചേർത്തുപിടിക്കാൻ ഈ ചിന്തകൾ ഉപകരിക്കട്ടെ. മികച്ച ഒരു ജീവിതം എല്ലാവർക്കും സാധ്യമാണ്. നന്ദി.